പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് ഈ വർഷത്തെ കളിയാട്ടത്തിന് ആരവമുയർന്നു. ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് 5 നാൾ നീളുന്ന കളിയാട്ടത്തിന് തുടക്കമായത്. ജനുവരി 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ് കളിയാട്ടം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. 2 വർഷത്തിലൊരിക്കലാണ് പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് കൽപ്പനക്കളിയാട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർവരമ്പുകളെയെല്ലാം അപ്രസക്തമാക്കുന്ന അനേകായിരങ്ങളുടെ സംഗമവേദി കൂടിയാണ് ഇവിടുത്തെ കളിയാട്ട ദിനങ്ങൾ. ജനുവരി 7 മുതൽ 11 വരെയുള്ള 5 നാളുകളിലാണ് ഇത്തവണത്തെ കളിയാട്ടം. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച രാവിലെ വിപുലമായ രീതിയിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത്. നാനാഭാഗങ്ങളിൽ നിന്നായി പടിഞ്ഞാറേക്കര, ആയമ്പാറ, കണ്ണോത്ത്, കിഴക്കേക്കര പ്രാദേശിക സമിതികളുടെയും UAE കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രകളായി അന്നദാനത്തിലേക്കുള്ള ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമെല്ലാം ദേവസ്ഥാനത്തെത്തിച്ചു. കലവറ ഘോഷയാത്രയാണ് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കലവറ ഘോഷയാത്ര ഇവിടെ സമർപ്പിച്ചത് കണ്ണോത്ത് പ്രാദേശിക കമ്മിറ്റിയാണ്. പ്രസ്തുത പ്രാദേശിക കമ്മിറ്റിക്കുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുന്നു. പിന്നിട്ട വഴികളെ വർണ്ണാഭമാക്കിയ ഘോഷയാത്രകൾ കളിയാട്ടത്തിന്റെ വിളംബരവും വരവിളിയുമായി മാറി. ദേവസ്ഥാനത്തെത്തി പള്ളിയറകളെ വലം വച്ച ശേഷമാണ് ഭക്തജനങ്ങൾ കലവറ ദ്രവ്യങ്ങൾ ദേവിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് C കമലാക്ഷൻ അധ്യക്ഷനായി. VK സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഭൂമിയിൽ ഇത്രയും ദൈവങ്ങളുണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ആരാധനയും ഭക്തന്മാരുണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ക്ഷേത്രങ്ങളും പള്ളികളും ഉണ്ടായിട്ടും, ഈ ഭൂമിയിൽ കൊലയ്ക്കും അക്രമത്തിനും കുറവ് വരാത്തതിന് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഈ ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ ഗൗരവതരമായി ഭക്തജനങ്ങൾ പരിശോധിക്കേണ്ടത് ഈ ഭക്തി എന്തിനാണ്? ആക്രമിക്കാനും കീഴടക്കാനുമല്ല. പുലിയെ കീഴടക്കി പുലിയുടെ പുറത്തേറി സഞ്ചരിക്കാനാണ്. ആ പുലി മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വ്യാഘ്രഭാവമുണ്ട്. 2 പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തടോ, പകുതി എനിക്ക് തന്നെ എന്ന് പറയാനുള്ള വാക്കുകൾ ആ പട്ടിക്ക് അറിയില്ല. ഭാഷ അറിയുന്നത് നമുക്ക് മാത്രമാ. മുറിക്കാനും പങ്കുവെക്കാനും അറിയുന്നത് നമ്മൾക്ക് മാത്രമാ. അതുകൊണ്ട് പട്ടികൾ കടി കൂടിയിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ മാംസകഷ്ണം കൊണ്ട് ഓടും. മനുഷ്യന് ഭാഷയുണ്ട്. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാനും പെരിയ PSN ട്രസ്റ്റ് ചെയർമാനുമായ C രാജൻ പെരിയ ആദരകർമ്മം നിർവഹിച്ചു. പെരിയ തറവാട് കാരണവർ P ബാലകൃഷ്ണൻ നായർ, രാമകൃഷ്ണൻ ജ്വൽസർ നീലേശ്വരം, PK രാഘവൻ ജ്വൽസർ പെരിയാനം, KVS ബാലകൃഷ്ണൻ മാസ്റ്റർ, ബാലൻ മേസ്ത്രി ആയമ്പാറ, TT കുഞ്ഞിരാമൻ വലിയവളപ്പ്, V അമ്പൂഞ്ഞി, കുമാരൻ കോവിൽവിളപ്പ്, MC കണ്ണൻ മഠത്തിൽ, അപ്പു ആറമ്പള്ളം, രാമൻ മളിക്കാൽ, അപ്പ പള്ളത്തിങ്കാൽ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. പെരിയ തറവാട് വർക്കിംഗ് പ്രസിഡന്റ് P ജയരാജൻ, കിഴക്കേക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് C കുഞ്ഞിരാമൻ, പടിഞ്ഞാറേക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് T അനന്തൻ തായത്ത്, ആയമ്പാറ പ്രാദേശിക സമിതി പ്രസിഡന്റ് T നാരായണൻ, കണ്ണോത്ത് പ്രാദേശിക സമിതി പ്രസിഡന്റ് T നാരായണൻ, ദേവസ്ഥാനം UAE കമ്മിറ്റി സെക്രട്ടറി രാകേഷ് ആനന്ദ്, മാതൃസമിതി പ്രസിഡന്റ് ബേബി വലിയവളപ്പ്, പൂരക്കളി സംഘം പ്രസിഡന്റ് T ഗോപാലൻ, ഡ്രൈവേഴ്സ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ അത്തിക്കാരംപള്ളം എന്നിവർ
ആശംസകൾ നേർന്നു. ദേവസ്ഥാനം ഭരണസമിതി സെക്രട്ടറി സത്യൻ മഠത്തിൽ സ്വാഗതവും ട്രഷറർ കോരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.